ഹായ് ഫ്രണ്ട്സ്, ബി കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ DBHS ദേവസ്വം ഹൈസ്കൂളിലെ 93 ബാച്ചാണ് ഞങ്ങളൊക്കെ പഠിച്ചത് 10th. ഞങ്ങളെല്ലാവരും ടൂറ് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിശേഷങ്ങളായിട്ട് വരാം. ഞങ്ങളിങ്ങനെ ചായ കുടിക്കുകയാണ്. വഴിയരികിൽ നിർത്തി എല്ലാവരും ഇങ്ങനെ കൂട്ടായിട്ട് നിന്നൊക്കെ ചാടിക്കുമ്പോൾ ഭയങ്കര ഭംഗിയൊരു സുഖം, ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഞങ്ങൾ കൂത്താറുള്ള റിലയൻസിൻ്റെ പമ്പിൽ നിർത്തി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ പഴയ കൂട്ടുകാരെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ മാങ്കമടോസിലേക്ക് വന്നേക്കും. മാങ്കമടോസിൽ വന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കറങ്ങി നടക്കുവാണ് കണ്ടോ. ഞങ്ങളെ ഗൈഡായിട്ടൊരു ആൾ വന്നിട്ടുണ്ട്. മാങ്കമടോസിൻ്റെ വിവിധ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കുവാണ്. പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളൊന്നാണ് മത്സ്യത്തിനൂട്ടിലൂടെ ചെയ്ത പാപത്തിന്റെ കാഠിന്യം കുറയുമെന്ന് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ മീനൂട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ത്രിപ്രയ ക്ഷേത്രവും പഞ്ചാബിലെ സിഖ് മതക്കാരുടെ സുവർണ്ണ ക്ഷേത്രവും കടന്നു പോലെ ചുരക്കള്ളിയാണ്. കടുത്ത വേനൽക്കാലത്തിന് ചുവട്ടിലൊരു ചുവന്ന ദ്രാവകം വരും. അത് മുട്ടുവേദനയ്ക്ക് മുറിവിനൊക്കെ യൂസ് ചെയ്യും കേട്ടോ. മനുഷ്യനോ മൃഗങ്ങളോ ഇതിന്റെ അടുത്ത് വന്നത് ചുരുക്കം കുന്നുപാലയാണ്. സപ്പോർട്ടൊക്കെ ബഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സപ്പോർട്ടയുടെ മദർ പ്ലാന്റ് ആയിട്ട് കാണാൻ പറ്റേ. കടമ്പുമല കേട്ടോ. പണ്ട് ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ ചേല കവർന്ന ശേഷം കടമ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. കിളികൾ മാത്രം കൊത്തി കഴിക്കുന്ന നമുക്കൊരു യൂസില്ലാത്ത മരം പോലെ സാറിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടെത്തി കൊടുത്തേക്കുന്നു കേട്ടോ. മോഡേൺ ആയതായിരിക്കും. കലമുണ്ടാക്കുന്നത് കേട്ടോ. നിമിഷ നേരം കൊണ്ട് മണ്ണ് കുഴച്ച് മണ്ണ് കുഴച്ചുണ്ടായിരുന്നു. അത് അതിങ്ങനെ അടവെച്ചു. ആ ചെണ്ണത് ഇങ്ങനെ കറക്കി ഇതിങ്ങനെ കലം ഉണ്ടാക്കുവാണ്. ഒരു പാത്രം ഉണ്ടാക്കാൻ പോവുക. കലമാണോ എന്താണ്, കൃഷ്ണന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മൾ മെനയണമേ എന്ന് പറയില്ലേ, അതുപോലെ ആ ചെണ്ണിങ്ങനെ ആ പാത്രം മെനഞ്ഞെടുക്കുവാണ്. അല്പനേരം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പാത്രമായിട്ട് തന്നെ അത് കിട്ടും. അതെ, അതിങ്ങനെ കറക്കി വിട്ടിട്ട് അച്ഛൻ്റെ കൈ വിരലിലൂടെയാണ് ആ പാത്രത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് കേട്ടോ. ആ വിരൽ കൊണ്ട് അച്ഛൻ്റെ അത് തൊടുന്നതനുസരിച്ച് ആ പാത്രം ഇങ്ങനെ ഒരു ഷേപ്പായി വന്നിട്ടിരിക്കും. എല്ലാവരും അങ്ങോട്ട് കയറി വന്ന് കണ്ടോ. കാണാൻ പൈസ കൊടുക്കണ്ട, അതിനെന്തെങ്കിലും വേണ്ടി എൻ്റെ തന്നാ മതി. അതെ, എല്ലാരും കയറി നിന്ന് കണ്ടോ. ചേട്ടാ പാരമ്പര്യമായിട്ട് പഠിച്ചാണോ അതോ ആണല്ലേ? BK വ്ളോഗ്സ്. ആ ചേട്ടന്റെ കൈ വിരലുകളിലൂടെ ഒരു പാത്രം അങ്ങനെ മെനയുകയാണ്.
നമ്മൾ കുറേ ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ ആ ചേട്ടൻ്റെ കൈവിരലിലൂടെ നിലവിൽ എൻ്റെ അടിവശം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ കണ്ടോ, ഒരു ഇച്ചിരി ഡിസൈൻ കൊടുക്കുവാണ് കേട്ടോ. ഓ കൊള്ളാം അടിപൊളി കണ്ടോ. അച്ഛൻ്റെ കൈയുടെ വിരലിൻ്റെ ചെറിയ ചലനം കൊണ്ട് ആ പാത്രത്തിൻ്റെ വക്കം ഒന്നും കണ്ടോ, മനോഹരമായിട്ട് കണ്ടോ. അതെ ഓ മാംഗോ, കൊള്ളാം. ഒരു മാങ്ങയുടെ ഷേപ്പിൽ ആ പാത്രം ചേട്ടനാക്കിയത് കൊള്ളാം ചേട്ടാ. എടാ ഇനി ഇത് എന്ത് ചെയ്യും? ഇനി ഇത് ചൂടാക്കുമോ അതോ ഉണക്കിയെടുക്കുമോ? നമ്മൾ പണ്ട് കാലങ്ങളിൽ വെള്ളം ഇങ്ങനെ കണ്ടങ്ങളിലൊക്കെ തേവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു സാധനം പരിചയപ്പെടുത്തുകയാണ്. ഇതായിരുന്നു നമ്മളിങ്ങനെ പണ്ട് വെള്ളം തേവിക്കൊണ്ടിരുന്നത്. ഇതുകൊണ്ടോ ഇങ്ങനെ മേളിലേക്ക് വെള്ളം ഇങ്ങനെ തേവി വിടും. ചവിട്ടി വിടുമ്പോൾ ഇതിലിങ്ങനെ ചവിട്ടുമ്പോൾ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതെ അച്ഛൻ ആസ്വദിക്കട്ടെ. അല്ലാണ്ട് അല്ല ഞാൻ രാജേട്ടൻ അവിടെ നിന്ന് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ പുള്ളി എടാ പയ്യ മഞ്ചൂന്ന് പറഞ്ഞേക്കാം. തുളസി അത് വെയിറ്റ് ചെയ്ത് വിനീത് മാത്രം വേണ്ടേ. അപ്പൊ വട്ടത്തിൽ കറങ്ങുന്നത് എല്ലാവരും വീഡിയോ കിട്ടും. കറങ്ങണ്ടോ തുളസി കെട്ടിക്കത്. കറങ്ങടാ നീ മാത്രം തന്നെ തുടങ്ങിയത് ആ വട്ടത്തിൽ കറങ്ങാം. അപ്പോൾ നമുക്കേ DBHS 93യുടെ മറ്റൊരു ടൂറും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ വണക്കം. ഓക്കെ ബൈ, സീ യു.